ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചൊരു അടിപൊളി പായസമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ചക്കക്കുരു കുക്കറിൽ വേവിക്കാൻ വെക്കുന്ന സമയം നമ്മളിവിടെ വെല്ലം പാവ് കാച്ചി എടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലിയ അച്ച് 2 വെല്ലമാണ് പാവ് കാച്ചാൻ വെച്ചിട്ടുള്ളത്. ചക്കക്കുരു നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചക്കക്കുരുവിന് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാൻ ചൂടാവാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഈ ഒരു ചക്കക്കുരു അരച്ചതിനെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചക്കക്കുരു നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു ചക്കക്കുരു നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമുക്ക് വെല്ലം പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെല്ലം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന 2ാം പാലാണ്. ഇപ്പോൾ 2ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കടലയും മുന്തിരിയും നമുക്ക് ഈ നെയ്യിൽ വാട്ടിയെടുത്ത് പായസത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുകയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.